നമസ്കാരം സുഹൃത്തുക്കളെ, ഇന്നത്തെ മിനി ഗെയിം കളിക്കാൻ പോവുകയാണ് നമ്മൾ. ഏറ്റവും മുകളിൽ നാലാമതായി കാണുന്ന മിനി ഗെയിമിൽ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ഓപ്ഷനൊക്കെ മാറിയിട്ടുണ്ട്. ആദ്യത്തേത് ഗെയിംസ് എന്ന് പറയുന്ന ആ ഓപ്ഷനിൽ നമ്മൾ നേരത്തെ കണ്ട പോലെയുള്ള ഗെയിമുകളാണ്. ഇതിൽ കളിച്ച് കഴിഞ്ഞാൽ നമുക്ക് കീ കിട്ടുന്നതാണ്. മിനി ഗെയിം സെലക്ട് ചെയ്യുന്ന സമയത്ത് ഇവിടെ 2 എണ്ണം കാണുന്നുണ്ട്. സാധാരണ പസിൽ ഗെയിം എന്ന് പറയുന്ന ഇത് മാത്രമേ ഉണ്ടായിട്ടുണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഹെക്സാ പസിൽ എന്ന് പറഞ്ഞ് ഒരു ഗെയിം കൂടെ പുതുതായിട്ട് വന്നിട്ടുണ്ട്. ഇവിടെ പസിൽ ഗെയിം എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ പ്ലേ വന്നിട്ടുണ്ട്. പ്ലേ അമർത്തുന്നു. ഗ്രീന്, റെഡ്, ഗ്രീന്, 2 റെഡ്, ഗ്രീന്, റെഡ്, കീ, 2 ഗ്രീന്, റെഡ്, ഗ്രീന്, റെഡ്, ഗ്രീന്, റെഡ്, കീ. പസിൽ സോൾവ് ആയിട്ടുണ്ട്. ക്ലൈം കൊടുക്കുന്നു. അപ്പോൾ അത് നമ്മൾ നേടിയിട്ടുണ്ട്. അതിൻ്റെ അടുത്തത് ഹെക്സാ പസിലാണ്. ഹെക്സാ പസിൽ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ കോയിൻസ് കിട്ടാനുള്ള ഒരു കളിയാണ് എന്നാണ് പറയുന്നത്. പ്ലേ അമർത്തുന്നു. ഇവിടെ നമുക്ക് ഏറ്റവും താഴെ 3 ടോക്കണുകൾ കാണിക്കുന്നുണ്ടാകും. അതിൽ ഏതെങ്കിലും ഒന്ന് എടുക്കുക, എന്നിട്ട് നമ്മുടെ ഈ കോളത്തിൽ എവിടെയെങ്കിലും ഒന്ന് വെക്കുക. അതേപോലെ അപ്പോൾ അടുത്തത് വരും. അപ്പോൾ അടുത്തതും എടുത്ത് എവിടെയെങ്കിലും വെക്കുക. ഇത്തരത്തിൽ ഇങ്ങനെ വന്നുകൊണ്ട് നിൽക്കും. നമ്മളിപ്പോൾ ഒരു പച്ച എടുത്തു, ഇവിടെ വെച്ചു. ഇനി അടുത്ത പച്ച എടുത്ത് അതിൻ്റെ അടുത്ത് വെക്കുന്ന സമയത്ത് നേരത്തെ വെച്ചിട്ടുള്ള ആ പച്ച അതിൻ്റെ മുകളിലേക്ക് ആവുന്നതാണ്. അപ്പോൾ അവിടെ നമുക്ക് ആ മഞ്ഞ കളറുള്ളത് ഫ്രീ ആയി കിട്ടുന്നതാണ്. ഇനി അടുത്ത പച്ച എടുക്കുന്ന സമയത്ത് അതിൻ്റെ അടുത്ത് വെച്ചാൽ ബാക്കിയുള്ള അതിൻ്റെ അടുത്ത് കിടക്കുന്ന പച്ചകളൊക്കെ ഇതിൻ്റെ മുകളിലേക്ക് വരും. അങ്ങനെ അതിൻ്റെ പോയിൻ്റ് നമുക്ക് ഏൺ ചെയ്യാൻ സാധിക്കുന്നതാണ്. ആ കോയിൻസ് നമുക്ക് നമ്മുടെ ഹോമിൽ കിട്ടുന്നതാണ്. ഇത്തരത്തിൽ എത്രത്തോളം നിങ്ങൾ കളിക്കുന്നോ അത്രത്തോളം നിങ്ങൾക്ക് ഈ പസിലിൽ കൂടെ കോയിൻസ് കിട്ടുന്നതാണ്. ഇങ്ങനെ അതിൻ്റെ അടുത്ത് വെച്ച് കൊടുത്താൽ മതി. നേരെ ഒന്നുമില്ലെങ്കിൽ നമ്മൾ അടുത്ത പുതിയ ഒരു കോളത്തിൽ വയ്ക്കുക. ഇപ്പോൾ ഈ മഞ്ഞ ആദ്യം കാണുന്നത് ഇവിടെ ഓൾറെഡി മഞ്ഞയുണ്ട്. അതിൻ്റെ അടിയിൽ വരുന്നത് വയലറ്റ് കളറാണ്. അപ്പോൾ വയലറ്റിൻ്റെയും മഞ്ഞയുടെയും എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ മുകളിലുള്ള മഞ്ഞ അടുത്ത മഞ്ഞയിലേക്ക് കയറുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ വയലറ്റ് നമുക്കടുത്ത് കിട്ടി, അതേപോലെ തന്നെ മഞ്ഞയും കിട്ടി. ഇത്തരത്തിൽ നമ്മൾ എത്രത്തോളം ഇത് കളിക്കുന്നോ അത്രത്തോളം നമുക്ക് കോയിൻസ് കിട്ടുന്നതാണ്. ഇപ്പോൾ ഇതിന് ഒരു എണ്ണമുണ്ട്. അതിൻ്റെ അടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഒറ്റ കോളത്തിൽ എത്ര ടോക്കൺ ആകുന്നു എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ നമുക്ക് അവിടെ പോയിൻ്റ് ഏൺ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ ഞാൻ ഈ പച്ചയുടെ അടുത്ത് വെച്ചു, പക്ഷേ അത് ടോപ്പ് സ്കോർ ആയിട്ടില്ല. അത് ആവണമെങ്കിൽ ഇനിയും പച്ച വേണം. അപ്പം നമ്മൾ അടുത്ത പച്ച എടുത്ത് അതിൻ്റെ അടുത്ത് വെച്ച് കൊടുക്കുന്നു. അപ്പം ഇതെല്ലാം അതിൻ്റെ മുകളിലേക്ക് വരുന്നു. ഇപ്പോൾ ഇവിടെ ഒരു നീല നിങ്ങൾക്ക് കാണുന്നുണ്ട്. അതിൻ്റെ മുകളിലും താഴെയും നീലയാണ്. നടുവിൽ നമ്മൾ നീല വെച്ച് കൊടുക്കുന്ന സമയത്ത് അത് എല്ലാം കൂടെ നമുക്ക് പ്രസ്സായി പോയിൻ്റ് ലഭിക്കുന്നതാണ്. ഇവിടെ മുകളിൽ നമുക്ക് കോയിൻസുകൾ കാണിക്കുന്നുണ്ടാകും. ഇത്തരത്തിൽ നമുക്ക് എത്ര വേണമെങ്കിലും കോയിൻസ് ഏൺ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഞാനിപ്പോൾ ഇത് ക്ലോസ് കൊടുക്കുന്നു. അപ്പോൾ എക്സിറ്റ് ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. യെസ് കൊടുക്കുന്നു. അപ്പോൾ ആ കോയിൻസ് ഇവിടെ കാണിക്കുന്നുണ്ട്, നമുക്ക് കിട്ടിയ റിവാർഡ്. ഇപ്പോൾ എനിക്ക് ഈ ഒരു സമയം കൊണ്ട് 24,969 കോയിൻസ് റിവാർഡായിട്ട് കിട്ടിയിട്ടുണ്ട്. അത് ജസ്റ്റ് ക്ലൈം കൊടുക്കുന്നു. അപ്പം നമ്മുടെ ഹോമിലേക്ക് ആ ഒരു കോയിൻസുകൾ ഏഡ് ആകുന്നതാണ്. ഇത്തരത്തിൽ നമുക്ക് കോയിൻസ് ഏഡ് ആക്കാനായിട്ട് പുതിയ ഒരു ഗെയിമാണ് വന്നിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാം. ഈ ഒരു വീഡിയോയിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അതിന് മറുപടി ലഭിക്കുന്നതായിരിക്കും. ക്രിപ്റ്റോ കറൻസിയെക്കുറിച്ചിട്ടുള്ള എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ഏതെങ്കിലും ഒന്നിൽ ജോയിൻ ചെയ്യുക. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കാം. ഇത്തരത്തിലുള്ള നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.